വിദ്യാഭ്യാസ വകുപ്പ് താറുമാറായിരിക്കുന്നു. ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ. നിങ്ങൾ ആദ്യം പറഞ്ഞു പിണറായിസം. ഞങ്ങൾ പറഞ്ഞു ശരി, പിണറായിസം ഒരു പദ്ധതിയും ഇവിടെ നടപ്പാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനെയാണ് പിണറായിസം എന്ന് പറയുന്നതെങ്കിൽ ഈ കേരളത്തിൽ പിണറായിസം ഉണ്ട്. താങ്കൾ പറഞ്ഞില്ല വിദ്യാഭ്യാസ മേഖലയിൽ മൊത്തം പ്രശ്നമാണ്. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ലാഭകരമല്ലെന്ന് പറഞ്ഞ 4632 സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ട സ്കൂളുകളുടെ മുന്നിൽ നിന്ന് കുട്ടികൾ പൊട്ടിക്കരഞ്ഞതുമെല്ലാം 2011-2016 UDF-ന്റെ ഭരണകാലത്താണ്. രാത്രി ഇരുട്ടിന്റെ മറവിൽ JCB ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോട് മലാപ്പറമ്പിന്റെ സ്കൂൾ അടക്കം നിരവധി സ്കൂളുകൾ അടിച്ചു തകർത്തത് UDF-ന്റെ ഭരണകാലത്താണ്. സ്കൂളിൽ പുതുതായി ഏർപ്പെടുത്തിയ ഫീസ് കൊടുക്കാൻ കഴിയാതെ അമ്പാടി എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചത് UDF ഭരിക്കുമ്പോഴാണ്. യൂണിഫോം, തന്റെ ആകെയുള്ള ഒരു ജോഡി യൂണിഫോം കൊണ്ട് നഗ്നത മറിക്കാൻ കഴിയാതെ വന്നപ്പോ വേളാങ്കണ്ണി എന്ന് പറയുന്ന കുട്ടി അമ്മയുടെ സാരിത്തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചത് UDF ഭരിക്കുമ്പോഴാണ്. ഇന്ന് സ്കൂളിൽ വിഭവസമർത്ഥമായി എല്ലാ കാര്യങ്ങളും, യൂണിഫോം ഫ്രീ, പാഠപുസ്തകം ഫ്രീ, യൂണിഫോം തയ്ക്കുന്നതിന് തുക ഫ്രീ, വിദ്യാഭ്യാസ സിലബസ് പരിഷ്കരണം, അങ്ങനെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ഹൈടെക്കായി 50,000 ക്ലാസ് മുറികൾ മാറ്റിയത് പിണറായിസമാണെങ്കിൽ ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. തിരൂര് ഹോസ്പിറ്റൽ, 7 നിലയുള്ള എല്ലാ മൾട്ടിനാഷണൽ സൗകര്യങ്ങളുമുള്ള പർപ്പസുള്ള ഒരു ഹോസ്പിറ്റൽ. അങ്ങനെ നിരവധി ഹോസ്പിറ്റലുകൾ ഹൈടെക്കായി മാറുന്നത് പിണറായിസമാണെങ്കിൽ അത് ഈ പിണറായിസം ഈ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത അതിദാരിദ്ര്യ സർവേ നടത്തി മുഴുവൻ ആളുകളെയും ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് പിണറായിസമാണെങ്കിൽ ആ പിണറായിസം ഇവിടെ ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ ലിസ്റ്റ് വരുമ്പോൾ കേരളത്തിൽ 4 സർവകലാശാല, 100 കോളേജുകളുടെ ലിസ്റ്റ് വരുമ്പോൾ ഭൂരിഭാഗം കോളേജുകൾ കേരളത്തിൽ, അതുപോലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകൾ വരുമ്പോൾ 2ാം സ്ഥാനം കേരളത്തിൽ. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളം മാറുന്നത് പിണറായിസമാണെങ്കിൽ ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ 28ാം സ്ഥാനം, കഴിഞ്ഞ 2.5 വർഷം മുമ്പ് വരെ 28ാം സ്ഥാനം. ആ 28ാം സ്ഥാനം 15ൽ നിന്ന് പിന്നെ 1ലേക്ക്. വേൾഡ് ട്രേഡ് സെന്റർ പോലും കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നത് പിണറായിസമാണെങ്കിൽ ആ പിണറായിസം കേരളത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉയർത്തിയ ഈ പിണറായിസം ഇപ്പോ എന്തിയെ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാകാത്തത്? ചർച്ച ചെയ്യാൻ